നമസ്കാരം. ഡയറക്ഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു മേഖലയാണ്. ബാങ്ക് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ എന്തൊക്കെ പഠിക്കേണ്ടി വരും എന്നുള്ളത്. പലപ്പോഴും പല രീതിയിലുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്കിന്ന് യഥാർത്ഥത്തിൽ നോട്ടിഫിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പരീക്ഷകൾക്ക് പഠിക്കാനുണ്ടാവുക എന്ന് നോക്കാം. ഏതൊരു ഗ്രാജുവേറ്റിനും ശരിയായ രീതിയിലുള്ള വിന്നിംഗ് സ്ട്രാറ്റജിയിലൂടെ പഠിച്ചാൽ പിടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ബാങ്കിലെ ഓഫീസർമാരുടെയും ക്ലാർക്കുമാരുടെയും ജോലികൾ എന്ന് മുഖവുരയായി പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ബാങ്കിലേക്ക് ജോലി നേടുവാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ്റെ സൈറ്റാണ് നമ്മൾ IBPS എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. നിങ്ങളെല്ലാവരും www.ibps.in എന്നൊരു സൈറ്റ് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഓരോ വർഷവും ബാങ്കിലെ പൊതുമേഖലാ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഏജൻസിയാണ് IBPS. അപ്പോൾ IBPSൻ്റെ പ്രൊബേഷണറി ഓഫീസറിൻ്റെയും ക്ലർക്കുമാരുടെയും 2 പ്രധാന നോട്ടിഫിക്കേഷനുകളാണ് എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന രീതിയിൽ എല്ലാ വർഷവും ഉണ്ടാകാറുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ RRB, അതായത് റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമീൺ ബാങ്കുകളിലേക്കുള്ള ഒരു സിംഗിൾ നോട്ടിഫിക്കേഷൻ മൾട്ടിപ്പിൾ വേക്കൻസീസിലേക്കുള്ളതും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് IBPS പരീക്ഷയിൽ എന്തൊക്കെ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. പ്രധാനമായും ഫസ്റ്റ് IBPS PO പരീക്ഷയിൽ ഒരു കാര്യം കൂടി ഓർക്കുക. IBPS ആയാലും SBI ആയാലും PO ആയാലും ക്ലറിക്കൽ ആയാലും പഠിക്കുവാനുള്ള സബ്ജക്റ്റുകൾ ഏകദേശം ഒന്ന് തന്നെയാണ്. ഡെപ്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു മാതൃക എന്നുള്ള നിലയിൽ നമുക്ക് ആദ്യമായി ഈ IBPS POയുടെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എന്തൊക്കെ സബ്ജക്റ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക എന്നുള്ളതൊന്ന് പരിശോധിക്കാം. IBPS PO പരീക്ഷയ്ക്ക് 2 ഘട്ടങ്ങളുണ്ട്. ഒരു പ്രിലിംസ് പിന്നെ ഒരു മെയിൻസ് പരീക്ഷ. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആദ്യഘട്ടമായ പ്രിലിംസിൽ എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്നാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണല്ലോ നമ്മൾ പഠിക്കേണ്ടി വരിക. അപ്പോൾ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് ആ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിലിംസ് പരീക്ഷയാണ്, പ്രിലിമിനറി എക്സാമിനേഷൻ, ഒബ്ജക്റ്റീവ് ടെസ്റ്റാണ്. അതിൽ 3 സെക്ഷനുകൾ അല്ലെങ്കിൽ 3 സബ്ജക്റ്റുകളുണ്ട്. നെയിം ഓഫ് ടെസ്റ്റുകൾ 3 എണ്ണമുണ്ട്. ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 30 ചോദ്യം, 30 മാർക്ക്, 20 മിനിറ്റ് സമയം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ മാത്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിൽ 35 ചോദ്യങ്ങൾ, 30 മാർക്ക്, 20 മിനിറ്റ് ഉണ്ട്. റീസണിങ് അബിലിറ്റിയിൽ 35 ചോദ്യങ്ങൾ, 40 മാർക്ക്, 20 മിനിറ്റ്. ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു പ്രിലിംസ് പരീക്ഷയ്ക്ക് എന്ത് കാണുന്നത്, നമ്മളുടെ എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ കാണുന്നത്. അപ്പോൾ 100 ചോദ്യങ്ങൾ, 100 മാർക്ക്. മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 30 ചോദ്യത്തിന് 30 മാർക്കാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെ കണക്കിന് 35 ചോദ്യങ്ങൾക്ക് 30 മാർക്കാണ്. റീസണിങ് അബിലിറ്റിക്ക് 35 ചോദ്യങ്ങൾക്ക് 40 മാർക്കാണ്. അപ്പോൾ എപ്പോഴും പറയും ബാങ്ക് പരീക്ഷ എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്, മാത്സ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഷിഫ്റ്റാണ്. കഴിഞ്ഞ പരീക്ഷ വരെ 35 ചോദ്യങ്ങൾക്ക് 35 മാർക്ക് ഉണ്ടായിരുന്ന മാത്സ് ഇത്തവണ പ്രിലിംസിൽ 35 ചോദ്യങ്ങൾക്ക് 30 മാർക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് മെല്ലെ മെല്ലെ ഓഫീസർമാരുടെ സെലക്ഷനിൽ IBPS ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഈ പ്രിലിംസ് പരീക്ഷ വെച്ച് മനസ്സിൽ വെച്ചേക്കുക. അതായത് സാധാരണയുള്ള ഒരു മിത്ത് എന്ന് പറയുന്നത് ബാങ്ക് പരീക്ഷ എന്ന് പറയുന്നത് ഒരു മാത്സ് പരീക്ഷയാണെന്നുള്ളതാണ്. അതിവിടെ മെല്ലെ തകരുന്നുണ്ട്. പൂർണ്ണമായും മാത്സ് ഒഴിവാക്കരുത്, മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ മാത്സിലെ വലിയൊരു ജീനിയസ് അല്ല എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ ഈ പരീക്ഷയുടെ അടുത്തേക്ക് വരാതിരിക്കേണ്ട, പേടിച്ച് മാറി നിൽക്കേണ്ട എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ പ്രിലിംസ് പരീക്ഷ നമ്മൾ കണ്ടു. ഇനി മെയിൻസ് പരീക്ഷ എന്താണ് എന്ന് നമുക്ക് നോക്കാം. മെയിൻസ് പരീക്ഷയുടെ സ്ട്രക്ചർ അതാണ് നമ്മൾ കാണുന്നത്. മെയിൻസ് പരീക്ഷയിൽ ഇവിടെ ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് കാണാം. ഈ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയാൻ കാരണം ഈ പരീക്ഷയിൽ 5ാമത്തെ ഭാഗമായി ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇംഗ്ലീഷിലുണ്ട്. അത് എസ്സേ, അതുപോലെ തന്നെ എസ്സേയും കോംപ്രിഹെൻഷനും ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 ചോദ്യങ്ങൾ 25 മാർക്കിന്. ഈ പരീക്ഷയോടനുബന്ധിച്ച് തന്നെ ഒബ്ജക്റ്റീവ് പരീക്ഷയോട് കൂടെ ചേർന്ന് തന്നെ വേറെ 30 മിനിറ്റ്, അരമണിക്കൂർ കൊണ്ട് ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ കൂടി ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് ഇതിൽ ബാക്കി സബ്ജക്റ്റുകൾ നോക്കാം. നേരത്തെ കണ്ട അതേ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. റീസണിങ് ഉണ്ട്, 40 ചോദ്യങ്ങൾ, 60 മാർക്ക്, 50 മിനിറ്റ് സമയം. പിന്നെ അടുത്ത സെക്ഷൻ നോക്കൂ. ജനറൽ ഇക്കോണമി, ബാങ്കിങ് അവയർനെസ്, ഡിജിറ്റൽ ഫിനാൻഷ്യൽ അവയർനെസ് ഇൻക്ലൂഡിങ് RBI സർക്കുലേഴ്സ്. ചോദ്യങ്ങളുടെ എണ്ണം 35,
മാർക്ക് നോക്കൂ, 50 മാർക്കുണ്ട്. വെയിറ്റേജ് വരുന്നത് നോക്കൂ, 25 മിനിറ്റ് സമയമാണ്. ഏകദേശം ജനറൽ അവയർനെസ് എന്ന് പൊതുവെ പറയാവുന്ന ഫിനാൻഷ്യൽ അവയർനെസ്, ബാങ്കിങ്, ജനറൽ ഇക്കോണമി, എല്ലാ കാര്യങ്ങളും RBI ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൂടി 35 ചോദ്യങ്ങൾ 50 മിനിറ്റ് ഉണ്ട്. പിന്നെ അടുത്തത് നേരത്തെ സെക്ഷനിൽ നമ്മൾ കണ്ടു തന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. 35 ചോദ്യങ്ങൾക്ക് 40 മാർക്ക്. 35 ചോദ്യങ്ങൾ 40 മാർക്ക്, 40 മിനിറ്റ് സമയം. ഇനി നാലാമത്തെ കാര്യം ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാത്സ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. അതിൽ 35 ചോദ്യങ്ങൾക്ക് 50 മാർക്കുണ്ട്. അപ്പൊ നോക്കൂ, 35 ചോദ്യങ്ങൾ 50 മാർക്ക്, 40 ചോദ്യങ്ങൾ 60 മാർക്ക്, ഇങ്ങനെ മേജർ സെക്ഷൻസ് കിടക്കുകയാണ്. 40 ചോദ്യങ്ങൾ 60 മാർക്കുള്ള റീസണിങ്ങിനാണ്. അപ്പൊ വെയിറ്റേജ് ഉള്ളത് റീസണിങ്ങിനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. 35 ചോദ്യങ്ങൾ 50 മാർക്ക് ജനറൽ ഇക്കോണമി, അതായത് നമ്മളുടെ കറണ്ട് അഫയേഴ്സും ഫിനാൻഷ്യൽ അവയർനെസ് ഉള്ള ഭാഗത്തിന് 35 ചോദ്യങ്ങൾക്ക് 50 മാർക്കുണ്ട്. അതേ രീതിയിൽ 35 ചോദ്യങ്ങൾക്ക് 50 മാർക്ക് മാത്രമേ മാത്സ് ഭാഗത്തിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന അനാലിസിസ് ഭാഗത്തിന് ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇംഗ്ലീഷിന് 35 ചോദ്യങ്ങൾക്ക് 40 മാർക്കുണ്ട്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ നോക്കൂ, 145 ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾക്ക് 200 മാർക്കുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇതിന് 160 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുക. 2 hours 40 minutes സമയം കൊണ്ട് നമ്മൾ 145 ചോദ്യം എഴുതുക. 200-ൽ എത്ര ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ അത്രയും മാർക്ക് നേടിയെടുക്കുക. അത് കഴിഞ്ഞ ഉടനെ തന്നെ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ഉണ്ടാവും. 2 ചോദ്യങ്ങൾ 25 മാർക്ക്. ഇതാണ് നമ്മളുടെ IBPSന്റെ മെയിൻ പരീക്ഷയുടെ സ്ട്രക്ചർ. അപ്പോൾ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ നോക്കൂ. പ്രിലിംസിൽ നമ്മൾ കണ്ടു, പ്രിലിംസിലുള്ളത് റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് ഉണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്? റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സിന്റെ ഭാഗമായിട്ട് ഡാറ്റ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അതിന്റെ പുറമെ വരുന്നത് മെയിൻ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് നമ്മൾ നോട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ടല്ലോ ആദ്യമേ തന്നെ. അപ്പോൾ കറണ്ട് അഫയേഴ്സ്, ഫിനാൻഷ്യൽ അവയർനെസ്, RBI റിലേറ്റഡ് ന്യൂസ്, RBI സർക്കുലേഴ്സ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഫിനാൻഷ്യൽ അവയർനെസ്, ഇതെല്ലാം ചേർന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന 35 ചോദ്യങ്ങൾക്ക് 50 മാർക്കുള്ള ഒരു സെക്ഷൻ അഡീഷണൽ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അതായത് നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകളാകുമ്പോൾ പ്രിലിംസും മെയിൻസും കൂടി എടുത്ത് നോക്കി ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം. നമുക്ക് രണ്ടിലുള്ള ഭാഗങ്ങൾ റീസണിംഗ് ഉണ്ട്, റീസണിംഗ് പാർട്ട് ഉണ്ട്, പിന്നെ മാത്സ് എന്ന് ഇവിടെ നമുക്ക് പറയാം. നേരത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞ പോലെ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ മാത്സുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് പറയാം. അപ്പോൾ റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. അത് പ്രിലിംസിലും ഉണ്ട്, മെയിൻസിലും ഉണ്ട്. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ്സുമായി ബന്ധപ്പെട്ട ഈ ഭാഗമാണ്. പിന്നെ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷിൽ നോക്കൂ, ഇവിടെ 25 മാർക്ക്, ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന് 25 മാർക്കും ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 40 മാർക്കുണ്ട്. അപ്പൊ ഈ 40ഉം 25ഉം ചേർന്ന് നോക്കിയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ പരീക്ഷയിൽ 65 മാർക്കോളം ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ വരുന്നുണ്ട് എന്നുള്ളത് മറക്കരുത്. അപ്പോൾ വെയിറ്റേജ് സംബന്ധിച്ച് പൊതുവെ നിലവിലുള്ള ധാരണകളൊക്കെ അല്പമൊക്കെ തെറ്റാണ് എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ പഠിക്കാനുള്ള സബ്ജക്ട് ബാങ്ക് പരീക്ഷയിൽ IBPS PO പഠിക്കണമെങ്കിൽ, PO പാസ്സാവണമെങ്കിൽ പഠിക്കേണ്ട വിഷയങ്ങൾ: ഒന്ന് മാത്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ്, രണ്ടാമത്തത് റീസണിങ്, മൂന്നാമത്തത് ഇംഗ്ലീഷ്, പിന്നെ ഫിനാൻഷ്യൽ അവയർനെസ്, ബാങ്കിങ് അവയർനെസ്, ജനറൽ ഇക്കോണമി, ഡിജിറ്റൽ ഫിനാൻഷ്യൽ, RBI സർക്കുലേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ആ ഭാഗം. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന് വേണ്ട കാര്യങ്ങൾ റെഡി ആയിരിക്കണം. അപ്പോൾ IBPS PO പാസ്സാവാൻ പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായല്ലോ. അപ്പോൾ IBPS PO ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, IBPS ക്ലർക്കും കൂടി എങ്ങനെയുണ്ട്, പരീക്ഷയുടെ സ്ട്രക്ചറിൽ എന്തൊക്കെ വ്യത്യാസമുണ്ടോ? അപ്പോൾ ബാങ്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ ഇറങ്ങുന്ന ഒരാൾ ഓരോന്നിനും വെവ്വേറെ തരത്തിലുള്ള പരിശീലനം ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ പരീക്ഷയുടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും ശരിയായ രീതിയിൽ ഒരു വിനിംഗ് സ്ട്രാറ്റജി ഡിവൈസ് ചെയ്താൽ മതിയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ക്ലറിക്കൽ പരീക്ഷയുടെ സിലബസ് അല്ലെങ്കിൽ അത് ഏതൊക്കെ ഭാഗങ്ങളാണ് ചോദിക്കുന്നതും കൂടി ഒന്ന് നോക്കാം. IBPS ക്ലറിക്കലിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പരിശോധിക്കാൻ പോകുന്നതാണ് IBPS ക്ലറിക്കൽ പരീക്ഷയുടെ പ്രിലിംസിന്റെ സ്ട്രക്ചർ. എന്തൊക്കെ പഠിക്കാനുണ്ട് നോക്കൂ. ഫസ്റ്റ് സെക്ഷൻ വന്നിരിക്കുന്നത് നെയിം ഓഫ് ടെസ്റ്റിൽ ഫസ്റ്റ് വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. 30 ചോദ്യങ്ങൾ, 30 മാർക്ക്, 20 മിനിറ്റ്. ന്യൂമെറിക്കൽ അബിലിറ്റി എന്ന് പറഞ്ഞാൽ മാത്സ് തന്നെയാണ്. സാധാരണ ഒരു ലഘുഗണിതം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഭാഗമാണ് ന്യൂമെറിക്കൽ അബിലിറ്റി. 35 ചോദ്യങ്ങൾ, 35 മാർക്ക്. മൂന്നാമത്തെ സെക്ഷൻ റീസണിങ് അബിലിറ്റി ആണ്. 35 ചോദ്യങ്ങൾ, 35 മാർക്ക്. എല്ലാത്തിനും 20 മിനിറ്റ് വീതമുള്ളത്. അപ്പോൾ പ്രിലിംസ് ഒരു സംശയമില്ല, പഠിക്കാനുള്ളത് 3 ഭാഗങ്ങൾ: 1 ഇംഗ്ലീഷ്, 2 മാത്സ്, 3 റീസണിങ് ആണ്. ഇത് POയ്ക്കും ഉണ്ട് എന്നുള്ള അറിയാലോ. POയ്ക്ക് ന്യൂമെറിക്കൽ അബിലിറ്റി എന്നുള്ള പകരം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നും പിന്നീട് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് വന്നേ ഉള്ളൂ. അപ്പോൾ ഇത് 3ഉം നമുക്ക് എന്തിന് പഠിക്കാനുണ്ട്? ക്ലറിക്കലിലെ പ്രിലിംസിനും പഠിക്കാനുണ്ട്. ഇനി ഇതിന്റെ മെയിൻസ് പരീക്ഷയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഈ കാണുന്നതാണ്
മെയിൻസ് പരീക്ഷയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിലും നമുക്ക് അപരിചിതരൊന്നുമില്ല. നോക്കൂ, ഫസ്റ്റ് സെക്ഷൻ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്. നമ്മൾ നേരത്തെ PO പരീക്ഷയുടെ മെയിൻസ് ഭാഗത്തും വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുള്ള ഭാഗമായിട്ട് കണ്ടതാണ് ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്. അവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു, RBI സർക്കുലേഴ്സ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്സിനെ പറയുന്നുള്ളൂ. 40 ചോദ്യങ്ങൾക്ക് 50 മാർക്ക്, 20 മിനിറ്റ് സമയം. ഇനി ജനറൽ ഇംഗ്ലീഷ് പ്രിലിംസിൽ നിന്ന് മെയിൻസിലും വരുന്നു. അതിൽ 40 ചോദ്യങ്ങൾക്ക് 40 മാർക്ക് തന്നെയുണ്ട്, 35 മിനിറ്റ് സമയം കിട്ടും. റീസണിങ് അബിലിറ്റിയാണ് മൂന്നാമത്തെ സെക്ഷൻ. അതിൽ 40 ചോദ്യങ്ങൾക്ക് 60 മാർക്കുണ്ട്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന നമ്മുടെ മാത്സ് ഇവിടെ വരുന്നു. 35 ചോദ്യങ്ങൾക്ക് 50 മാർക്കുണ്ട്. അങ്ങനെ 155 ചോദ്യങ്ങൾക്ക് 200 മാർക്ക്. ആകെ 120 മിനിറ്റാണ് സമയം. സമയത്തിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അവയർനെസ്സിന്റെ ഭാഗത്തിന് 40 ചോദ്യം ചെയ്യാൻ 20 മിനിറ്റ് സമയം കിട്ടും. ഇംഗ്ലീഷിൻ്റെത് 40 ചോദ്യം ചെയ്യാൻ 35 മിനിറ്റ്. റീസണിങ് അബിലിറ്റിക്ക് 40 ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് 35 മിനിറ്റ് കിട്ടും. കണക്കിന് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 35 ചോദ്യം ചെയ്യാൻ 30 മിനിറ്റ് കിട്ടും. ഇങ്ങനെ സമയക്രമം എങ്ങനെയാണ്? 155 ചോദ്യം, 155 ചോദ്യങ്ങൾക്ക് 200 മാർക്ക്, 120 മിനിറ്റ്, 2 മണിക്കൂർ സമയം. ഇതാണ് IBPS ക്ലറിക്കലിന്റെ മെയിൻ പരീക്ഷ. ക്ലറിക്കലിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കണം, അവിടെ ഇന്റർവ്യൂ ഇല്ലാത്തതാണ്. അപ്പോൾ ഈ പരീക്ഷയുടെ സ്കോർ അനുസരിച്ചിട്ട് തന്നെയാണ് നിയമനം നടക്കുക. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, ഒരു ബാങ്ക് ക്ലർക്ക് ആവാൻ വേണ്ടി പഠിക്കേണ്ട സബ്ജക്റ്റുകൾ നോക്കുക. പ്രിലിംസിലാണെങ്കിൽ പഠിക്കാനുള്ളത് ഇംഗ്ലീഷ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, അതായത് മാത്സ്. ഈ 3 വിഷയങ്ങളുണ്ട്. മെയിൻസിലേക്ക് വരുമ്പോൾ കൂടുന്നത് എന്ത് മാത്രമാണ്? ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് എന്നുള്ള ഭാഗം മാത്രമാണ് കൂടുന്നത്. അപ്പോൾ ക്ലറിക്കലിന് ഈ 4 ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. മെയിൻസ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുകയും പ്രിലിംസിന് വേണ്ട ടെസ്റ്റ് ചെയ്യുകയും ചെയ്ത് അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് പരീക്ഷയ്ക്ക് IBPS പറയുന്നത് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ്? 1 ഇംഗ്ലീഷ് ഉണ്ട്, 2 റീസണിങ് ഉണ്ട്, 3 മാത്സ് ഉണ്ട്, 4 ജനറൽ അവയർനെസ് ഭാഗങ്ങളുണ്ട്. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അവയർനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഭാഗങ്ങളുണ്ട്. അല്ലാതെ റോക്കറ്റ് സയൻസ് ഒന്നും ബാങ്ക് പരീക്ഷയ്ക്ക് പഠിക്കാനില്ല. ഇത് നമ്മളിപ്പം കണ്ടിരിക്കുന്ന IBPS പരീക്ഷകളുടേതാണ്. ഇനി ബാങ്കിലേക്ക് റിക്രൂട്ട്മെന്റ് വരുന്ന മറ്റൊരു പരീക്ഷ എന്ന് പറയുന്നത് SBI നടത്തുന്ന പരീക്ഷകളാണ്. SBI PO പരീക്ഷയും അതുപോലെ തന്നെ SBI ക്ലറിക്കൽ പരീക്ഷയും. ഈ 2 പരീക്ഷകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും. ഇതേ സബ്ജക്റ്റുകൾ തന്നെയാണ് പഠിക്കാനുള്ളത്. മാർക്കുകളിൽ ചിലപ്പോൾ തന്നിരിക്കുന്ന സമയത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനൽ ഇയർ ഗ്രാജുവേഷൻ പഠിക്കുന്ന ആളാണ്, നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ, അംഗീകരിക്കപ്പെട്ട ഒരു ബിരുദം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബാങ്ക് മേഖല എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ബയോളജിയാണ് പഠിച്ചത്, ഇക്കണോമിക്സ് ആണ് പഠിച്ചത്, ഇംഗ്ലീഷാണ് പഠിച്ചത്, മാത്സ് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പറ്റില്ല എന്നൊന്നും തീരുമാനിക്കരുത്. ഒരു ധാരണയും ഇല്ലാത്തവരാ പലപ്പോഴും എന്ത് പറയുന്നത്, ബാങ്കിങ് എന്ന് പറയുന്നത് കൊമേഴ്സ് കഴിഞ്ഞവർക്കാണെന്ന് ചിലർ പറയും, ബാങ്കിങ് BTech കഴിഞ്ഞവർക്കാണെന്ന് പറയും. ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഡയറക്ഷൻ്റെ അച്ചീവേഴ്സിൽ BTechകാർ ഒരുപാടുണ്ട്, MTechകാരുണ്ട്, BComകാരുണ്ട്, BA എക്കണോമിക്സുകാരുണ്ട്, എന്തിന് നേഴ്സിംഗ് പഠിച്ചവർ വരെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ ഗ്രാജുവേറ്റ്സ്, ഇപ്പോൾ ഇനി ഗ്രാജുവേറ്റ്സ് ആകാൻ പോകുന്നവരെ ഇനി ഒട്ടും വൈകണ്ട, ബാങ്കിങ് നിങ്ങൾക്ക് ഒരു കരിയറായിട്ട് തീരുമാനിക്കാം. ഡയറക്ഷൻ്റെ വിന്നിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സ്ഥാപനം എന്നുള്ളതിലേക്ക് ഡയറക്ഷൻ വിന്നിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വിജയം പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വിഷയങ്ങളെ പറ്റിയോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഞങ്ങൾ തീർച്ചയായിട്ടും ഉള്ള ഒരു മറുപടി തരുന്നതായിരിക്കും. അത് മറുപടി അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതായത് പേഴ്സണലി നിങ്ങളെ അറിയിക്കണമെങ്കിൽ നിങ്ങളുടെ മെയിൽ ID അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പേഴ്സോ കമൻറ്റിൽ കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ ഏതെങ്കിലും സംശയം ദൂരീകരിക്കണമെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഡയറക്ഷൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഇൻഫർമേഷൻ, കറക്റ്റ് ഇൻഫർമേഷൻ, ഓതൻറ്റിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും.